കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുധീഷും നിധിയും ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുകയായിരിക്കും. ആ സമയത്ത് സുധീഷിൻ്റെ കയ്യിൽ ഒരു ബൊക്കയുണ്ടാവും. ആ ബൊക്ക നിധിക്ക് നേരെ നീട്ടി കാണിച്ചുകൊണ്ട് നിധിയോട് സുധീഷ് പറയും, ഐ ലവ് യു നിധി ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിധി ഒന്ന് നെട്ടും. പിന്നീട് നിധി സന്തോഷത്തോടു കൂടി ആ ബൊക്ക സുധീഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങും. പെട്ടെന്ന് സുധീഷ് നെട്ടി ഉണരുക. ആ സമയത്ത് നിധിയും സുധീഷും കടൽ തീരത്തായിരിക്കും. ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ തീരങ്ങൾ നോക്കി നിൽക്കുകയായിരിക്കും നിധി. ആ സമയത്ത് നിധിയുടെ അടുത്തോട്ടേക്ക് സുധീഷ് ചെല്ലും. എന്നിട്ട് സുധീഷ് നിധിയോട് പറയും, നിധി എനിക്കൊരു കാര്യം നിധിയോട് പറയാനുണ്ടെന്ന് പറയും. ആ സമയത്ത് നിധി പറയും, എനിക്കും സുധീഷിനോട് ഒരു കാര്യം പറയാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സുധീഷിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ നിധി പറയും, എന്താണ് സുധീഷിന് പറയാനുള്ളത് എന്ന് വെച്ചാൽ ആദ്യം അത് പറയുമെന്ന് പറയും. അപ്പോൾ സുധീഷ് മനസ്സിൽ കരുതും, അപ്പോൾ നിധി എനിക്ക് സർപ്രൈസ് തരാം എന്നാണല്ലേ കരുതിയതെന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ നിധി പറയും, എന്താ സുധീഷ് പറയാനുള്ളത് പറയും. സുധീഷ് പറയും, നിധി നിധിക്ക് പറയാനുള്ളതെന്ന് പറയും. അപ്പോൾ നിധി പറയും, സുധീഷ് പറയുമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ. അപ്പോൾ നിധി പറയും, ഞാൻ രണ്ടാമത് പറയാം, ആദ്യം സുധീഷ് പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒടുവിൽ സുധീഷ് എങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാൻ നിൽക്കുകയാണ്. ആ സമയത്ത് സുധീഷ് ചിന്തിക്കും, ഇനി എന്ത് പറയാം. അപ്പോഴാണ് എന്ത് വന്നാലും ഞാനിപ്പോൾ തുറന്ന് പറയാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയോട് പറയും, ഞാൻ നിധിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിധിയെ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് ആക്സിഡൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ നിധിയെ എനിക്ക് ഇഷ്ടമായി എന്ന് പറയുകയാണ്. പിന്നീട് നിധിയുടെ അച്ഛൻ നിധിയുടെ വീട്ടിലോട്ട് എന്നെ വിളിച്ചു വരുത്തി. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു അത് നിധിയുടെ വീടാണെന്ന്. അവിടെ വെച്ച് നിധിയെ ഞാൻ അപ്രതീക്ഷിതമായി കണ്ട സമയത്ത് നിധിക്ക് കല്യാണം ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞത് നിധിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ല എന്നാണ്. അപ്പോഴും എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കും ഇത്ര പെട്ടെന്ന് എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നിധി തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നു. എന്തോ ഔപചാരികമായി നമുക്ക് തമ്മിൽ കല്യാണം കഴിക്കേണ്ടി വരികയും നിധി എൻ്റെ വീട്ടിലോട്ട് വരേണ്ടിയും വന്നു. പിന്നീട് എനിക്ക് നിധിയോട് ഇഷ്ടം കൂടി തുടങ്ങി. പിന്നീട് നിധി വീട്ടിലുള്ളപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ തോന്നി തുടങ്ങി. അതുവരെ എനിക്ക് വീട്ടിലോട്ട് വരുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിധി ദേഷ്യത്തോടു കൂടി നിൽക്കുകയായിരിക്കും. അപ്പോഴും സുധീഷ് പറയും, നിധി അന്ന് ഡിവോഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. നിധി എൻ്റെ ഭാര്യയായി ഇരിക്കണം എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. നിധി വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് സുഭാഷിനും ഹരീഷിനും നികേഷിനും എല്ലാവർക്കും സന്തോഷമായത്. വീട് തന്നെ അതൊരു വീടായി മാറിയത് തന്നെ നിധി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ്. ഈ ഡിവോഴ്സിന് എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് നിധി അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയണേ. അതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് നിധി. ഞാൻ നിധിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, എൻ്റെ മനസ്സ് തൊട്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് പറയണേ. നിധി ചോദിക്കും, എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിക്കും. ആ സമയത്ത് സുധീഷ് പറഞ്ഞു കഴിഞ്ഞു, നിധിക്ക് എന്നെ ഇഷ്ടമാണോ ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, എന്തിന് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണം, എന്താണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, നിധിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തില്ലേ, നിധിയെ നിധിയുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് സിറ്റിയിൽ കൊണ്ടുവന്നില്ലേ, ഇവിടെ ഒരു ജോലി നൽകിയില്ലേ, ഇതെല്ലാം ചെയ്തു, അതിന് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നാണോ? ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.